തൃശൂരിൽ VS സുജിത് കുമാറിനെതിരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മറയൂർ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറയൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കൾ പോലീസ് നടപടിയെ ശക്തമായി എതിർക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2023 നടന്ന പോലീസ് ആക്രമണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീഡിയോ സഹിതം പുറത്തു വന്നത്. D. കുമാർ ഉദ്ഘാടകൻ, മറയൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇസ്മയിൽ അധ്യക്ഷൻ, കാന്തല്ലൂർ മണ്ഡലം പ്രസിഡന്റ് മുരുകയ്യ, MSEB മറയൂർ പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് സെക്രട്ടറി ബിജു പൗലോസ്, മറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ തോമസ്, മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി, കാന്തല്ലൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എബിൻ കുര്യൻ, മറയൂർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കാളിദാസ് എന്നീ നേതാക്കൾ പങ്കെടുത്തു. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ തല്ലിച്ചതച്ചാൽ നിയമം നിങ്ങളുടെ പുറകിലുണ്ട്. ഇത് 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 2 വർഷം. ഈ 2 വർഷത്തിന് ശേഷം അതിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു വർഗീസ് എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്. ഈ സകല ഏമാന്മാരും ഇത് കണ്ടതാണ്. അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇവർ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇവരിത് പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ ഒരു പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു. എന്താ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ഇടിച്ചോ കുഴപ്പമൊന്നുമില്ല, ആ ക്യാമറയുടെ അവിടെ നിന്ന് മാറി നിന്ന് ഇടിക്കുമെന്നും പറഞ്ഞ് ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ പറയുന്നത്, പോലീസ് ഒരുപാട് മാറിപ്പോയി. വിദ്യാസമ്പന്നരായ ആളുകളും നല്ല കുടുംബത്തിൽ നിന്ന് പിറന്ന ആളുകളും ഒക്കെയാണ് ഇപ്പൊ പോലീസിലുള്ളത്. അപൂർവം ചില തെമ്മാടികളുണ്ട് എന്ന് കരുതി എല്ലാവരെയും ഞാൻ അടച്ചൊന്നും പറയുന്നില്ല. മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പക്ഷെ കുറെ നാളുകൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാ റാസ്കൽ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം വന്നു. പക്ഷെ ഇത് മാറ്റം വരാനൊരു കാരണമുണ്ട്. പണ്ട് തമിഴ്നാടുകാരനായ ഒരു IG, ശിങ്കാര വേലു എന്ന് പറഞ്ഞ ഒരു IG കേരളത്തിന് ചുമതല വഹിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യേണ്ടി വന്നു. ഫോൺ ചെയ്തപ്പോൾ അവിടുത്തെ SI അങ്ങോട്ട് തിരിച്ചു സംഭവിക്കുന്നു. അന്ന് തന്നെ അദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നവരോട് മാന്യമായി സംസാരിക്കണം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷയം.